മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഓരോ സ്ഥാനാർത്ഥികൾ വെട്ടിക്കാണിച്ചുകൊണ്ട് പ്രകടനങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ തൊടുകയുണ്ടായി. സതീശനാണ് ഏറ്റവും കൂടുതലുണ്ടായത്. അതിനെതിരെ നടപടിയും വന്നിരിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പല പല ഭാഗങ്ങളിലും വൈകാരികമായ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തൊടുപുഴയിലും പ്രകടനം നടന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിൻ്റെ പേരിലൊന്നും നടപടി എടുക്കുന്നത് ഒരു പരിഹാരമല്ല. എൻ്റെ അഭിപ്രായം അതാണ്. മാത്രമല്ല ശരിയല്ല. കാരണം എന്തെന്ന് വെച്ചാൽ പ്രവർത്തകർ പല വിഷയങ്ങളിലും വൈകാരികമായി പ്രതികരിക്കുന്നവരാണ്. അപ്പോൾ വൈകാരിക പ്രകടനങ്ങളെ അതിൻ്റേതായ അവധാനതയോടുകൂടി കാണാൻ നേതൃത്വത്തിന് കഴിയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതല്ലാതെ ഈ വിധത്തിലുള്ള അച്ചടക്ക നടപടി കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരമാകും എന്നാരും ധരിക്കുന്നില്ല. ഒന്നുകിൽ അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുക, ഇനി അതല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്താണ്, കേരളം മുഴുവൻ അല്ലെങ്കിൽ പല പല ഭാഗങ്ങളിലും പ്രകടനം നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഒരു വിഷയത്തിൽ അവർക്ക് വേറെ ഒരിടത്തും പോയി അഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പോൾ അവർ പ്രകടനം നടത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ അച്ചടക്കത്തിൻ്റെ ഉടവാൾ ഉയർത്തിക്കാണിക്കുന്ന ഒരു അമിതമായ അച്ചടക്കത്തിൻ്റെ ഉടവാൾ ഉയർത്തിക്കാണിക്കുന്ന ഒരു കേഡർ പാർട്ടിയല്ല കോൺഗ്രസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇരുമ്പ് വടം വലിച്ചു കെട്ടിക്കൊണ്ട് ആരെയും അച്ചടക്കത്തിൻ്റെ ഉള്ളിലാക്കാം എന്നാരും ഈ പാർട്ടിക്കകത്ത് ആരും ധരിക്കുന്നുമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ അവർ നടത്തിയിട്ടുള്ളത് വൈകാരിക പ്രകടനങ്ങളാണ്. മാത്രമല്ല ഈ സാധാരണപ്പെട്ട പ്രവർത്തകർ ചോര നീരാക്കി പണിയെടുത്തിട്ടാണ് പാർട്ടിക്ക് അഭിമാനകരമായ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. ആ റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത പ്രവർത്തകർക്ക് നേരെ ഈ വിധത്തിലുള്ള ഒരു നടപടി ആയിരുന്നില്ല വേണ്ടത്. ഒന്നുകിൽ അവരെ ചേർത്ത് നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളുക, ഇനി അതല്ലെങ്കിൽ അതിൻ്റേതായ നിലയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതിനപ്പുറത്ത് തങ്ങൾ വഹിച്ചുകൊണ്ടിരുന്ന പദവി എടുത്തു മാറ്റുമെന്നാണ് പറയുന്നത്. അത് ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് ഞാൻ പറയുകയാണ്. അവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ ഈ പാർട്ടിയിൽ പണിയെടുത്ത് അവർക്ക് ലഭിച്ചിട്ടുള്ള പദവികൾ, ആ പദവികൾ എടുത്തു മാറ്റാൻ പാകത്തിന് എന്ത് തെറ്റാണ് അവർ ചെയ്തത്? സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ഈ വിധത്തിലുള്ള വികാര പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിൽ മാത്രമാണ് നടപടിയും വന്നിട്ടുള്ളത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആ ഒരു നിലയിലുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ DCC പ്രസിഡന്റിനെ വിളിച്ചു, എനിക്ക് കിട്ടിയിട്ടില്ല. KPCC പ്രസിഡന്റിനെ ഞാൻ വിളിച്ചു, ഞാൻ സംസാരിച്ചു. അപ്പോൾ KPCC പ്രസിഡന്റ് എന്നോട് സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്, അവരുടെ പദവികൾ നടപടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല, പക്ഷേ പദവികൾ എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ശിക്ഷയല്ലേ. അപ്പോൾ നിലപാടെടുത്തിട്ടുണ്ടല്ലോ, ഇത്തരം പ്രകടനങ്ങൾ അനാവശ്യമാണ്, DCCകൾക്ക് നടപടിയെടുക്കാമെന്ന് KPCC വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ DCC എടുത്ത ഒരു നടപടി എങ്ങനെയാണ് തെറ്റായി കാണുന്നത്? മറ്റൊരു കാര്യം, ഇത് സാധാരണ ഞാൻ DCC എന്നോ KPCC എന്നോ വേർതിരിച്ചല്ല ഞാൻ പാർട്ടി നിലപാട്. എനിക്ക് അതിനകത്ത് ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ സ്ഥിതി വഷളാക്കിയത് എന്താണ്, ഇത്തരം വിഷയങ്ങളിൽ വേണ്ടപ്പെട്ട ഇടങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ അഭിപ്രായം പറയാൻ അവകാശമുള്ള നേതാക്കന്മാർ പരസ്യമായ പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയതിൻ്റെ പേരിലല്ലേ ഈ വിഷയം ഉണ്ടായിട്ടുള്ളത്. ഇത് പാവപ്പെട്ട പ്രവർത്തകരുടെ പ്രശ്നമല്ലേ. ഇത് കൂടി പിടിച്ച് സമരം ചെയ്ത് അത്യധ്വാനം ചെയ്ത് പോസ്റ്റർ ഒട്ടിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാവപ്പെട്ട പ്രവർത്തകൻ്റെ വിഷയമാണിത്. അപ്പോൾ ഈ പ്രവർത്തകർ അതാണ് ഞാൻ പറഞ്ഞത്, അവർ നടത്തിയത് വൈകാരിക പ്രകടനമാണ്. അതിനെ അവധാനതയോടുകൂടി കാണാൻ നേതൃത്വം തയ്യാറാകണം. ഞാൻ പറഞ്ഞത് എന്താ, ഇങ്ങനെയുള്ള വൈകാരിക പ്രകടനങ്ങൾ വരുമ്പോൾ ഒന്നുകിൽ ആ വികാരം ഉൾക്കൊള്ളാനും, ഇനി അതല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലേ പാർട്ടി ശ്രമിക്കേണ്ടത്. അച്ചടക്ക നടപടിയല്ല വേണ്ട. ഈ സ്റ്റാൻഡിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതല്ലല്ലോ. പ്രാദേശിക നേതാക്കന്മാരാണല്ലോ, പ്രാദേശിക നേതാക്കന്മാരാണല്ലോ, പാവപ്പെട്ട പ്രവർത്തകരാണല്ലോ. ഇല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഒറ്റ കാര്യം ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് വൈകാരിക പ്രകടനങ്ങളെ അവധാനതയോടുകൂടി കാണാൻ നേതൃത്വത്തിന് കഴിയണം. ഞാനും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. നമ്മളെല്ലാ കാര്യത്തിനും അച്ചടക്കത്തിൻ്റെ ഉടവാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാൻ പുറപ്പെടാത്ത ഒരു പാർട്ടിയാണിത്. അതുകൊണ്ടാണല്ലോ, ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെയാണല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ സംസാരിക്കേണ്ട ആളുകളൊക്കെ തന്നെയാണല്ലോ പൊതുമധ്യത്തിൽ നിന്ന് അവരുടെ അഭിപ്രായം സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എരുതിയിൽ എണ്ണയൊഴിച്ചത്. അങ്ങനെ എണ്ണയൊഴിച്ചിട്ട് പാവപ്പെട്ട പ്രവർത്തകൻ ഏതെങ്കിലും ഒരു വികാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എന്ന് പറയുന്നത് ശരിയാണോ?
അതവർ ചിന്തിക്കട്ടെ. അതായത് ഈ പരസ്യ അല്ല, ഈ നിലപാട് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, പരസ്യ പ്രതികരണം നടത്തിയ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ സാധാരണക്കാരായ പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തതാണോ ചോദ്യം ചെയ്യുന്നത്? സംശയം എന്താ? അതല്ലേ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. എരുതിയിൽ എണ്ണ ഒഴിച്ച ഒരുപാട് നേതാക്കന്മാർ ഒരു വശത്ത് വളരെ സേഫ് പൊസിഷനിൽ നിൽക്കുകയാണ്. അവർക്കെതിരെ ആരും സംസാരിക്കുന്നില്ല. ഈ പാവപ്പെട്ട പ്രവർത്തകൻ 4 ദിവസം മുമ്പ് വരെ ഇതൊന്നും അല്ലല്ലോ സ്ഥിതി. 4 ദിവസമല്ലേ ആയുള്ളൂ റിസൾട്ട് വന്നിട്ട്. ഇവിടെ സാധാരണപ്പെട്ട ആളുകളെല്ലാവരും കൂടി വീട് വിടാതെ കയറി ഇറങ്ങി മാന്യമായ ഒരു റിസൾട്ട് ഉണ്ടായപ്പോൾ ആ റിസൾട്ടിൻ്റെ പേരിൽ അവർ സന്തോഷിച്ചിട്ടുണ്ട്, അവർ അഭിമാനിച്ചിട്ടുണ്ട്, അവരൊരു അഭിപ്രായ പ്രകടനം എന്തോ വികാരത്തിൻ്റെ പേരിൽ അവർ ചെയ്തിട്ടുമുണ്ട്. ആ വികാര പ്രകടനങ്ങളെ അതിൻ്റേതായ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? വളരെ ലളിതമായൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. അതെ, അല്ല, ഇതിനകത്ത് ഈ കളത്തിൽ എം പിമാരില്ലല്ലോ. ഇത് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് നിയമസഭാ സാമാജികരായി തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരുടെ അഭിപ്രായം ചോദിച്ചു, എം പിമാരുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. ഇനി അതല്ല, അങ്ങനെ ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചാൽ അത് ഏത് വേദിയിൽ പറയണമെന്നും ആരോട് സംസാരിക്കണമെന്നും ഒക്കെ അറിയാവുന്ന ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകരാണ് ഞാൻ. അതുകൊണ്ട് ഞാനത് പൊതുമധ്യത്തിൽ പറയേണ്ട ആളല്ല. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ വിജയമുണ്ടായി. സ്വാഭാവികമായിട്ടും ആ ഒരു ഉത്തരവാദിത്വം, ജനങ്ങളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം അത് ഏറ്റെടുത്ത് ഈ തെരുവിൽ ഇത്തരം വാഗ്വാദങ്ങൾ നടത്തുകയും പരസ്യമായിട്ടുള്ള ഇത്തരം ചർച്ചകൾ ഒഴിവാക്കുകയും ചെയ്യുന്നതല്ലേ നല്ലത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട്? അല്ല, തീർച്ചയായിട്ടും അതിനകത്തൊന്നും വിഷയമില്ല. ഞാനത് പറഞ്ഞത് ഞാനൊരു വിഷയത്തെ സ്പെസിഫിക്കായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ എനിക്ക് പാർട്ടി വേദിയിൽ പറയാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയാനുള്ള അവകാശം എനിക്കുണ്ട്. പറയേണ്ടടുത്ത് അതൊക്കെ പറയുകയും ചെയ്യും.